അങ്ങനെ വാരണാസിയിൽ നിന്നും രാവിലെ 11 മണിക്കുള്ള ഡൂൺ എക്സ്പ്രസ്സിൽ ഞാൻ അയോധ്യയിലേക്ക് പുറപ്പെട്ടു. 6 മണിക്കൂർ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഞാൻ അയോധ്യാധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. അയോധ്യയിൽ വേറെയും റെയിൽവേ സ്റ്റേഷനുണ്ട്. ശ്രീരാമക്ഷേത്രത്തിൽ പോകാനായി നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ അയോധ്യാധാം ജംഗ്ഷൻ ആണ്. ഇവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം സന്ദർശിക്കുന്നതിന് മുൻപ് അവിടെയുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി തൊഴണമെന്നാണ് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം ഞാൻ ശ്രീരാമസ്വാമിയുടെ സന്നിധിയിലേക്ക് എത്തി. നമ്മളിപ്പോൾ അയോധ്യ ക്ഷേത്രത്തിൻ്റെ പുറത്താണുള്ളത്. നമ്മുടെ കയ്യിലുള്ള ബാഗ്, ചെരുപ്പ്, മറ്റ് സാധനങ്ങളൊക്കെ ഇവിടെയുള്ള ഫ്രീ ലോക്കറിൽ വെക്കേണ്ടതായിട്ടുണ്ട്. ഇതിനുശേഷം സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള പേഴ്സും പൈസയും മാത്രമേ അകത്തേക്ക് അവർ കടത്തിവിടുകയുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അയോധ്യ ശ്രീരാമസ്വാമി ദർശനം കഴിഞ്ഞിരിക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയുക, ആ തിരക്കൊന്നും അതിനകത്ത് ലെവൽ ലേശം ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് മാത്രമല്ല, അവിടെ വരുന്ന എല്ലാവർക്കും ഇതുപോലെ നല്ലൊരു ദർശനം സാധ്യമാവുന്നുണ്ട് അവിടെ ഈ തിരക്കിനിടയിലും. ഒരു 3-4 മിനിറ്റ് നേരമെങ്കിലും എനിക്ക് ശ്രീരാമസ്വാമിയുടെ വിഗ്രഹത്തിന് മുന്നിൽ പ്രാർത്ഥിച്ചു നിൽക്കാൻ സാധിച്ചു. ഇതാണ് അയോധ്യ ശ്രീരാമസ്വാമിയുടെ പ്രസാദം. ഇപ്പൊ സമയം ഏകദേശം ഒരു 6 മണിയോട് അടുക്കാറായി. എത്രയും പെട്ടെന്ന് സരയൂ ഘട്ടിലെത്തണം. അവിടെ സരയൂ ആരതി നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സരയൂ ഘട്ടിലാണുള്ളത്. ഇവിടെ നിന്ന് സരയൂ ആരതി ദർശിച്ചതിന് ശേഷം നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോവാം. അങ്ങനെ സരയൂ ആരതി ദർശനത്തിന് ശേഷം ഞാൻ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. രാവിലെ 3:40 ഇവിടുന്ന് പ്രയാഗ്രാജിലേക്കുള്ള ട്രെയിൻ. അതുവരെ ഈ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ കിടക്കാൻ പോകുന്നത്. അപ്പോൾ നാളെ നമുക്ക് പ്രയാഗ്രാജിൽ വെച്ച് കാണാം.